അടുത്ത സെക്ഷൻ ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. ഇതും പ്രോബ്ലം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഫാക്ടർ ദ ഫോളോയിങ് മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ട് അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. ഇൻറ്റു എസ് ലാംഡ എസ് ഇൻവേഴ്സ്. എസ് ലാംഡ എസ് ഇൻവേഴ്സ് ഈ ഫോർമാറ്റിലോട്ട് നമ്മൾ അതായത് ഇതൊരു 3 മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇതിലോട്ട് ചേഞ്ച് ചെയ്യണം ഈ മെട്രിക്സിനെയും. അപ്പോൾ ഫസ്റ്റ് ഈ മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ട് ഇതിനെ ആദ്യം എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കാം. ഇൻ ഓർഡർ ടു factor matrix A equal to 1 1 1 1 into a form S lambda S inverse. അപ്പോൾ എസ് ലാംഡ എസ് ഇൻവേഴ്സിലോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. എല്ലാ സെക്ഷനിലും നമുക്ക് ആദ്യം ഐഗൺ വാല്യൂവും ഐഗൺ വെക്റ്ററും കണ്ടുപിടിക്കണം. ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞതുപോലെ. അപ്പോൾ വി ഫസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ഐഗൺ വാല്യൂസ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു മെട്രിക്സ് എടുത്തു. അതിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 കൊടുക്കുക. അതായത് മെയിൻ ഡയഗണലിൽ നിന്ന് ലാംഡ സബ്ട്രാക്ട് ചെയ്യുക. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 1 മൈനസ് ലാംഡ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു -1 ഈക്വൽ ടു 0 എന്ന് വരും. ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 2 വാല്യൂസ് കിട്ടും. 2/2 മെട്രിക്സ് ആണ്, 2 ഐഗൺ വാല്യൂസ് കിട്ടും. ഒന്ന് ലാംഡ 1 ഈക്വൽ ടു 0, നെക്സ്റ്റ് വൺ ലാംഡ 2 ഈക്വൽ ടു 2. അപ്പോൾ ആദ്യം ലാംഡ 1 ഈക്വൽ ടു 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ എ മൈനസ് ലാംഡ 1 ഇൻറ്റു ഐ ഇൻറ്റു x1 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഈ മെട്രിക്സിൽ നിന്ന് ലാംഡ 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 1 മൈനസ് 0 1 1 1 മൈനസ് 0. ഈ x1 എന്ന് പറയുമ്പം നമ്മൾ xy എന്ന് എടുക്കാം, u1 v1 u1 u2 എന്ന് എടുക്കാം, v1 v2 ഇവിടെ ജസ്റ്റ് ഒരു നൊട്ടേഷനിൽ v1 v2 എന്ന് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടും. v1 പ്ലസ് v2 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് v1 ഈക്വൽ ടു മൈനസ് v2. അതിവിടെ ഈ x1 എന്ന് പറഞ്ഞാൽ v1 v2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് v2 കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ -1 1 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ലാംഡ 1 ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ -1 1. അടുത്ത് അതുപോലെ ലാംഡ 2ൻ്റെ വാല്യൂ എടുക്കുക. ലാംഡ 2 ഈക്വൽ ടു 2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുക. ഇപ്പോൾ ചെയ്ത അതേ പ്രൊസീജിയർ ചെയ്ത് വരിക. അപ്പോഴത്തേക്കും നമുക്ക് ഐഗൺ വെക്റ്റർ 1 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 ഐഗൺ വാല്യൂവും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സും കിട്ടി. നമുക്ക് ചെയ്യാനുള്ളത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഫാക്ടറൈസ് ചെയ്ത് എസ് ലാംഡ എസ് ഇൻവേഴ്സിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതിനകത്ത് എസ് ലാംഡ എസ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ എസ് എന്താണ്, ലാംഡ എന്താണ്, എസ് കണ്ടുപിടിച്ചാൽ എസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പോൾ മെട്രിക്സ് ലാംഡ നോക്കിക്കോ. മെട്രിക്സ് ലാംഡ ഈസ് ഫോംഡ് ബൈ പ്ലേസിങ് ഐഗൺ വാല്യൂസ് ഓൺ ദി ഡയഗണൽ ഓഫ് ദി മെട്രിക്സ്. അപ്പോൾ ലാംഡ കിട്ടുന്നത് നമ്മുടെ ഐഗൺ വാല്യൂസിനെ ഡയഗണൽ എലമെൻറ്റ്സിൽ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലാംഡ. ഇപ്പോൾ ലാംഡ എന്ന് പറയുമ്പം നമ്മുടെ 2 ഐഗൺ വാല്യൂ ഉണ്ട്. ഒന്ന് 0യും ഒന്ന് 2. അപ്പോൾ 0യും 2 എഴുതി, ബാക്കി രണ്ടും 0 തന്നെ ആയിരിക്കും. ഐഗൺ വാല്യൂസ് നമ്മുടെ ഡയഗണലിൽ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ്. അതുപോലെ മെട്രിക്സ് എസ് ഈസ് ഫോംഡ് ബൈ പ്ലേസിങ് ഐഗൺ വെക്റ്റേഴ്സ് ഇൻ ടു ദ കോളംസ് കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂസ് ദാറ്റ് ദേ ആർ അസൈൻഡ് ടു ഇൻ മെട്രിക്സ് എ. അതായത് എസ് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ 0 ഉണ്ട്. ഈ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഐഗൺ വെക്റ്റർ കണ്ടുപിടിച്ചു -1 1. അപ്പോൾ കോളമായിട്ട് ആ -1 1 കൊടുക്കുക. എഗെയിൻ ഇവിടെ 2 എന്ന് പറയുന്ന ഐഗൺ വാല്യൂ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് 1 1 ആണ്. അപ്പോൾ ഇവിടെ 1 1 വരും. അപ്പോൾ മെട്രിക്സ് എസ് ഈസ് ഫോംഡ് ബൈ പ്ലേസിങ് ഐഗൺ വെക്റ്റർ. അപ്പോൾ ലാംഡ കിട്ടുന്നത് പ്ലേസിങ് ഐഗൺ വാല്യൂസ് ആൻഡ് മെട്രിക്സ് എക്സ് ഈസ് ഫോംഡ് ബൈ പ്ലേസിങ് ഐഗൺ വെക്റ്റേഴ്സ്. അപ്പോൾ എസ് ഈക്വൽ ടു ഐഗൺ വെക്റ്റേഴ്സ് എസ് x1 x2 വിച്ച് ഇസ് ഈക്വൽ ടു -1 1 1 1. അപ്പോൾ എസ് എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യുന്നത് നമ്മുടെ ഐഗൺ വെക്റ്റേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐഗൺ വെക്റ്റർ -1 1 അത് കോളം വൈസിലാണ്. അതുകൊണ്ട് -1 1 1 1. അപ്പോൾ എസ് കിട്ടി. ഇനി എസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നേരത്തെ സാധാരണ നമ്മുടെ ഫോർമാറ്റ് തന്നെ എസ് ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എസ് ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എസ്. അതായത് 1 ബൈ എ ഡി മൈനസ് ബി സി ഡി എ മൈനസ് ബി മൈനസ് സി. അത് നമ്മളിവിടെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും എസ് ഇൻവേഴ്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണിത്. എ ഈക്വൽ ടു എസ് ലാംഡ എസ് ഇൻവേഴ്സിലോട്ടാണ് എഴുതേണ്ടത്. ഇത് എസ്, ഇത് ലാംഡ, ഇത് എസ് ഇൻവേഴ്സ്. അപ്പോൾ എ ഈക്വൽ ടു എസ് ലാംഡ എസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇതാണ് മെയിനായിട്ട് ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് വരുന്നൊരു
പ്രോബ്ലം ഈ ടൈപ്പാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ടൈപ്പിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ മെട്രിക്സിനെ നമ്മൾ എസ് ലാംഡ എസ് ഇൻവേഴ്സിലോട്ട് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ സൊല്യൂഷൻ അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതേ ടൈപ്പിലാണ് സെക്കൻഡ് വൺ നമ്മൾ എഴുതേണ്ടത്. അത് നമ്മൾ എ ഈക്വൽ ടു എസ് ലാംഡ എസ് ഇൻവേഴ്സിലോട്ട് എഴുതിയിട്ടുണ്ട്. അടുത്തത് മോഡൽ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മെട്രിക്സ് എ ഹൂസ് ഐഗൺ വാല്യൂസ് ആർ 1 and 4 ആൻഡ് ഹൂസ് ഐഗൺ വെക്റ്റേഴ്സ് ആർ. അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ 3 1 ആൻഡ് 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 1 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമ്മൾ മെട്രിക്സ് എ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഐഗൺ വാല്യൂസ് 1 and 4 ആണ്. അപ്പോൾ സൊല്യൂഷൻ നോക്കിക്കോ. സിൻസ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, നമുക്കെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. വി നോ ദാറ്റ് എ ക്യാൻ ബി ഡയഗണലൈസ്ഡ്. അപ്പോൾ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫാക്ടറിലോട്ട് വരും. അപ്പോൾ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് മെട്രിക്സ് എ ഡയഗണലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു എസ് ഇൻവേഴ്സ് എ എസ് അല്ലെങ്കിൽ എ ഈക്വൽ ടു എസ് ലാംഡ എസ് ഇൻവേഴ്സ് എന്ന് എഴുതാം. ലാംഡ ഈക്വൽ ടു എസ് ഇൻവേഴ്സ് എ എസ് ഈ ഫോർമാറ്റിലാണ് തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലം ചെയ്തത്. ഈ എസ് ഇൻവേഴ്സും എസ്സും ഇതിന് നമ്മൾ ഇവിടെ പ്രീ മൾട്ടിപ്ലൈ ആൻഡ് പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഗെയിൻ നമുക്കിത് കിട്ടും. എ ഈക്വൽ ടു എസ് ലാംഡ എസ് ഇൻവേഴ്സ്. അതായത് ഇത് രണ്ടും ഇക്വലൻ്റ് ആണ്. ഒന്നുകിൽ ലാംഡ ഈക്വൽ ടു എസ് ഇൻവേഴ്സ് എ എസ്, അതർവൈസ് എ ഈക്വൽ ടു എസ് ലാംഡ എസ് ഇൻവേഴ്സ്. നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എസ് ലാംഡ എസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതിയാൽ മതി. where A is the diagonal matrix with eigenvalues of A on the diagonal and S is the matrix with eigenvectors of A as its columns. തൊട്ട് മുമ്പിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. നമുക്ക് ഐഗൺ വാല്യൂസ് തന്നിട്ടുണ്ട്, ഐഗൺ വെക്റ്റർ തന്നിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ എഴുതിയ പോലെ എഴുതിയാൽ മതി. അപ്പോൾ എ ഈക്വൽ ടു എസ് ലാംഡ എസ് ഇൻവേഴ്സ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ഐഗൺ വെക്റ്റർ കോളം ഫോർമാറ്റിൽ എഴുതുന്നത്. ഐഗൺ വെക്റ്റർ 3 1 2 1. അപ്പോൾ അത് 3 1 2 1. എഗെയിൻ ലാംഡ എന്ന് പറയുമ്പോൾ ഐഗൺ വാല്യൂ ഡയഗണലിൽ എഴുതുന്നതാണ്. അപ്പം 1ഉം 4ഉം ആണ് ഐഗൺ വാല്യൂസ്. സോ 1ഉം 4ഉം നമ്മൾ ഡയഗണലിൽ എഴുതി 0 0. ഇനി ഇത് എസ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ എസ് ഇൻവേഴ്സ്. അപ്പോൾ 3 2 1 1 അതിൻ്റെ ഇൻവേഴ്സ്. ഇതിൻ്റെ ഇൻവേഴ്സ് വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എടുക്കുക. ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യനും ഫാക്ടർ ദീസ് 2 മെട്രിസസ് ഇൻറ്റു എ ഈക്വൽ ടു എസ് ലാംഡ എസ് ഇൻവേഴ്സ്. തൊട്ട് മുമ്പ് പറഞ്ഞ സെയിം പ്രൊസീജിയറിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മെത്തേഡ് അറിഞ്ഞിരുന്ന ഒരേ ഒരു മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള ആ മെത്തേഡ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഈ പ്രോബ്ലമൊക്കെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻ, 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. തൊട്ട് മുമ്പിൽ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ. ലാംഡ കണ്ടുപിടിക്കുക, ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക, ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുക. എസ് എന്ന് പറഞ്ഞാൽ ഐഗൺ വെക്റ്റേഴ്സിനെ കോളം വൈസ് എഴുതുന്നത്. ലാംഡ എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂ ഡയഗണലിൽ എഴുതുന്നത്. എസ് കണ്ടുപിടിച്ചാൽ എസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. പ്രോബ്ലം എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ ആൻസർ കൃത്യമായിട്ട് കിട്ടുള്ളൂ. 1-2 ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ബാക്കിയെല്ലാം നോർമലി നമുക്ക് വന്നോളും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ 3x3 അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഹാസ് ഡയഗണൽ എൻട്രീസ് 1 2 3 ഹൗ ഡു യു നോ ഇറ്റ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്? വാട്ട് ഈസ് എ? അപ്പോൾ ഒരു 3x3 അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയഗണൽ എൻട്രീസ് 1 2 7. അപ്പോൾ നമുക്കിത് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എ അല്ല ലാംഡയാണ് കേട്ടോ. ഈ ലാംഡ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ if A is upper triangular matrix then A minus lambda I. So is A minus lambda. അപ്പോൾ A എന്ന് പറയുന്നത് അപ്പർ ട്രയാങ്കുലർ ആണെങ്കിൽ A മൈനസ് ലാംഡ ഐയും അപ്പർ ട്രയാങ്കുലർ ആയിരിക്കും. ഇനി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ ഈസ് ആക്ച്വലി ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതുപോലെ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ എൻട്രീസ്. കാരണം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്നത്. അതായത് ഡയഗണൽ എൻട്രീസ്, ഇഫ് ഡയഗണൽ എൻട്രീസ് ഓഫ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എ ആർ 1 2 and 7 ചോദ്യത്തിൽ തന്നിട്ടുള്ളതാണേ. അതായത് ഡയഗണൽ എൻട്രീസ് 1 2 7 ആണെങ്കിൽ ഇറ്റ്സ് ഐഗൺ വാല്യൂസ് ആർ 1 2 and 7. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, അതിൻ്റെ ഡയഗണൽ എൻട്രീസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡയഗണൽ എൻട്രീസ് ആണ് അതിൻ്റെ ഐഗൺ വാല്യൂസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഐഗൺ വാല്യൂസ് കിട്ടി 1 2 and 7. ഇനി ഇത് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം ഇവിടെ. ഹൗ ഡു യു നോ ഇറ്റ് ക്യാൻ ബി ഡയഗണലൈസ്? ഇത് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? വി നോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡയഗണലൈസ്ഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ്. നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിലും പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. ഒരു മെട്രിക്സിനെ
ഡയഗണലൈസ് ചെയ്യാൻ പറ്റുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വെക്റ്റേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. 1, 2 and 7 ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്. ഇനി നമുക്ക് മെട്രിക്സ് ലാംഡ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലാംഡ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതും അങ്ങനെയാണ്. അങ്ങനെ ഐഗൺ വാല്യൂസിനെ നമ്മൾ ഡയഗണൽ എൻട്രീസിൽ മാർക്ക് ചെയ്യും. അപ്പോൾ 1, 2, 7 ഇവിടെ 0, 0 ബാക്കിയെല്ലാം 0. സോ എ അല്ല, ഇത് ലാംഡയാണ്. സോ ലാംഡ ഈക്വൽ ടു 1, 0, 0, 2, 0, 2, 0, 0, 0, 7. അടുത്ത ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫാൾസ് ആണ്. ഇഫ് ദ ഐഗൺ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് എ ആർ 2, 2 and 5 ദെൻ ദ മെട്രിക്സ് ഈസ് ഇൻവെർട്ടബിൾ ആണോ, ഡയഗണലൈസബിൾ ആണോ, നോട്ട് ഡയഗണലൈസബിൾ ആണോ, 3 ചോദ്യമുണ്ട്. അപ്പം ഐഗൺ വാല്യൂസ് വന്നിട്ടുണ്ട് 2, 2 and 5. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻവെർട്ടബിൾ ആണോ? അപ്പോൾ ഇൻവെർട്ടബിൾ ഇറ്റ് ഈസ് ട്രൂ, ഇൻവെർട്ടബിൾ ആണ്. എ ഇൻവെർട്ടബിൾ ആണ്. കാരണം the determinant of a matrix is product of its eigenvalues. It follows that determinant of A not equal to 0. അപ്പോൾ ഇത് കഴിഞ്ഞ സെക്ഷനിലുള്ളതാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്, ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുമ്പോൾ 2 × 2 × 5. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ 0 കിട്ടുന്നില്ല. 0 ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണെങ്കിൽ ഇൻവെർട്ടബിൾ അല്ല. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ദ മെട്രിക്സ് എ ഈസ് ഇൻവെർട്ടബിൾ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അടുത്ത് ഡയഗണലൈസബിൾ ആണോ? അപ്പോൾ ഡയഗണലൈസബിൾ അല്ല. കാരണം നേരത്തെ പറഞ്ഞു നമുക്ക് ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ മാത്രമേ ഡയഗണലൈസബിൾ ആവുള്ളൂ. ഇവിടെ നമുക്ക് 2 എന്ന് പറയുന്ന ഐഗൺ വാല്യൂ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ഡയഗണലൈസബിൾ. മെട്രിക്സ് എ വോണ്ട് ബി ഡയഗണലൈസബിൾ ഇഫ് ദർ ഈസ് only one independent ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 2 റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ഡയഗണലൈസബിൾ എന്ന് പറയാൻ പറ്റില്ല. അടുത്ത തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഡയഗണലൈസബിൾ ആണ്. അപ്പോൾ ഡയഗണലൈസബിൾ അല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഡയഗണലൈസബിൾ ആയിരിക്കും. നോർമലി നമ്മളങ്ങനെ ചിന്തിക്കും. പക്ഷേ ഇവിടെ ഇവിടെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡയഗണലൈസബിൾ അല്ല എന്ന്. ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിലാണ് നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാം. ഇനി ഇഫ് ദർ ഈസ് only one independent ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ, അതായത് ലാംഡ ഈക്വൽ ടു 2ന് ഒരേ ഒരു ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്ററാണ് കിട്ടുന്നതെങ്കിൽ ഡയഗണലൈസബിൾ അല്ല. നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് വെക്റ്റർ, ഇഫ് ദർ ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റേഴ്സ് ഇറ്റ് വിൽ ബി ഡയഗണലൈസബിൾ. അതുപോലെ ഇതിൻ്റെ നെഗേഷൻ അല്ല ഇത്. തേർഡ് പാർട്ട് ഫാൾസ് ആണ് തന്നിട്ടുണ്ട്. കാരണം സിൻസ് പാർട്ട് ബി വാസ് നോട്ട് സർട്ടൻലി ട്രൂ നെയ്തർ ഈസ് പാർട്ട് സി ആസ് ഇറ്റ്സ് നെഗേഷൻ. അതിൻ്റെ നെഗേഷൻ ആണെങ്കിൽ പോലും അത് കറക്റ്റ് ആണോന്നില്ല. ചിലപ്പോൾ ഡയഗണലൈസബിളും ആകാം. കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ, അതായത് നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റർ കിട്ടുകയാണെങ്കിൽ അത് ഡയഗണലൈസബിൾ ആണ്, അല്ല എന്നുണ്ടെങ്കിൽ ഡയഗണലൈസബിൾ അല്ല. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ഈ ലാംഡ ഈക്വൽ ടു 2 റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. മെട്രിക്സ് എ വിത്ത് ഐഗൺ വാല്യൂസ് ക്യാൻ ബി ഡയഗണലൈസബിൾ ഓർ നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 2. ഇഫ് ദർ ആർ 2, അതായത് ഇഫ് ദർ ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റേഴ്സ് ഇറ്റ് വിൽ ബി ഡയഗണലൈസബിൾ. രണ്ടിനും ഒരേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് ദർ ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റേഴ്സ് ദ മെട്രിക്സ് എ വിൽ ബി ഡയഗണലൈസബിൾ. അടുത്ത് കംപ്ലീറ്റ് ദീസ് മെട്രിസസ് സോ ദാറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 25, ട്രേസ് ഓഫ് ദാറ്റ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 10, ലാംഡ ഈക്വൽ ടു 5 ഈസ് റിപ്പീറ്റഡ്. അതായത് നമുക്ക് തന്നിട്ടുള്ളൊരു മെട്രിക്സ്, അതിൻ്റെ ഐഗൺ വാല്യൂ ലാംഡ എന്ന് പറഞ്ഞാൽ 5 റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ട്രേസ് വാല്യൂ 10 ആണ്. ഡിറ്റർമിനൻ്റ് വാല്യൂ 25 ആണ്. നമുക്ക് ഈ 3 മെട്രിക്സിൻ്റെയും ഇവിടെ നമുക്ക് 2 വാല്യൂസ് ഇവിടെ ഇതും നമുക്ക് മിസ്സിങ് ആണ്. അതുപോലെ ഇവിടെ ഈ ഒരു ടേം മിസ്സിങ്, ഇവിടെ ഈ ഒരു ടേം മിസ്സിങ്. അപ്പോൾ ഈ മിസ്സിങ് ആയിട്ടുള്ള ടേംസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 25 ആണ്, ട്രേസ് വാല്യൂ 10, പിന്നെ നമ്മുടെ ഐഗൺ വാല്യൂ ലാംഡ 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. 2 പ്രാവശ്യം എന്ന് പറയാൻ കാരണം 2/2 മെട്രിക്സ് ആയതുകൊണ്ട് റിപ്പീറ്റഡ് എന്ന് പറയുമ്പോൾ 2 ടൈംസ്. ഇനി നമുക്ക് ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കണം. വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു 5x. എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആണ്. ലാംഡയുടെ വാല്യൂ 5. സോ എക്സ് ഇസ് ഈക്വൽ ടു 5x.
ദീസ് മെട്രിക്സ് വിൽ നോട്ട് ബി ഡയഗണലൈസബിൾ ബിക്കോസ് ദർ ഈസ് നോ സെക്കൻഡ് ലൈൻ ഓഫ് ഐഗൺ വെക്റ്റേഴ്സ്. ഇവിടെ നമുക്ക് 5 റിപ്പീറ്റായിട്ട് തരുന്നത് കൊണ്ട് ഇത് ഡയഗണലൈസബിൾ അല്ല. കാരണം നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് അല്ല, റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണ്. അതുകൊണ്ട് ഇത് ഡയഗണലൈസബിൾ അല്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ നോക്കിക്കോ. ഫസ്റ്റ് ലെറ്റ്സ് ഡിനോട്ട്, ഫസ്റ്റ് ഈ ഒരു മെട്രിക്സ് എടുക്കുകയാണ്. ലെറ്റ്സ് ഡിനോട്ട് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് എ ബൈ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് ഇതിൻ്റെ 2 നോൺ ഡയഗണൽ എലമെൻറ്റ്സിനെ സ്മോൾ എയും സ്മോൾ ബിയും നമ്മൾ നോട്ട് ചെയ്യുവാണ്. ഇഫ് വി ഇക്വേറ്റ് ഇറ്റ്സ് ഡിറ്റർമിനൻസ് ടു 25 വി ഗെറ്റ് ദി ഫോളോയിങ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ടു 25 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 25 ഇംപ്ലൈസ്, ഇവിടെ നമ്മൾ മിസ്സിംഗ് ടേംസ് എയും ബിയും എടുത്തു. ഡിറ്റർമിനൻറ്റ് ഓഫ് 8a b2 ഈക്വൽ ടു 25. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം എ ബി ഈക്വൽ ടു -9 എന്ന് വരും. -9 മീൻസ് 1 വാല്യൂ ഈസ് 3 ആൻഡ് അതർ വാല്യൂ ഈസ് -3. അപ്പോൾ നമുക്കിവിടെ എക്കും ബിക്കും ഒന്നുകിൽ ഇവിടെ 3 അല്ലെങ്കിൽ -3 അല്ലെങ്കിൽ ഇവിടെ 3 -3 നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. അത് നമുക്ക് വേറെ വ്യത്യാസമൊന്നും അവിടെ ഉണ്ടാക്കുന്നില്ല. സിൻസ് ഇറ്റ് ഡസൻറ്റ് റിയലി മാറ്റർ വാട്ട് ഇൻഡിവിജ്വൽ വാല്യൂസ് ആർ ഫോർ എ ആൻഡ് ബി ആസ് ലോങ് ആസ് എ ബി ഈക്വൽ ടു -9. അപ്പോൾ നമുക്ക് ഇവിടെ 3 -9 ആയതുകൊണ്ട് ഒരു വാല്യൂ 3 ഒരു വാല്യൂ -3. അപ്പോൾ നമുക്ക് എക്കും ബിക്കും നമുക്ക് ഇഷ്ടമുള്ള ചോയ്സിൽ കൊടുക്കാം. ഇനി അപ്പോൾ നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചു, കംപ്ലീറ്റ് ചെയ്തു, മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, ഐഗൺ വെക്റ്റേഴ്സും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഫൈൻഡ് ദി ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 5 ഓൾറെഡി അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്തിന് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഐഗൺ വെക്റ്റർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സാധാരണ ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമാറ്റ് നമുക്ക് λ1 ഈക്വൽ ടു λ2 ഈക്വൽ ടു 5. കാരണം സം ഈക്വൽ ടു ട്രേസ് അപ്പോൾ 10 ആണ്. പിന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 5 × 5 25 ഇട്ട് ഡിറ്റർമിനൻറ്റ് അതെല്ലാം കറക്റ്റാണ്. സോ ഇതും 5 ആയിട്ട് വരും. അതൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, ഇത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഐഗൺ വെക്റ്റർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ a മൈനസ് λ1,2 എന്ന് കൊടുക്കാൻ കാരണം രണ്ടിൻ്റെ വാല്യൂ 5 ആണ്. സോ രണ്ടിനും സെയിം ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ a മൈനസ് λ1,2 × i × x ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് x1 ഈക്വൽ ടു -x2 എന്ന് കിട്ടും. സോ x1 x2 ഈക്വൽ ടു x1 × 1 -1. സോ 1 - 1 ഈസ് ഐഗൺ വെക്റ്റർ ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഡിറ്റർമിൻ 9 4. പിന്നെ ഇവിടത്തത് ബ്ലാങ്ക് ആണ്. എഗെയിൻ ഇവിടെ 1 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാത്ത വാല്യൂ നമ്മൾ സിന്ന് എടുത്തു. ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 25 കമ്പയർ ചെയ്യുമ്പം സിയുടെ വാല്യൂ കിട്ടും. എഗെയിൻ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കാം. ഫസ്റ്റ് എന്താണോ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് എൻട്രിയാണ് അറിയാത്തത്. അപ്പോൾ അതിനും നമ്മൾ ഡി എന്ന് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്ത് ഡിയുടെ വാല്യൂ എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുക. ഇനി as we can see that each of these cases there is only one independent eigenvector even though they corresponding to an eigenvalue with multiplicity 2. ഇപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ നോക്കിയാൽ 3ൻ്റെ ഐഗൺ വെക്റ്റർ സെയിം ആയിരിക്കും. അപ്പോൾ ഒരേ ഒരു ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്ററേ ഉള്ളൂ. സോ ഇത് നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. നൺ ഓഫ് ദീസ് മെട്രിസസ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്. എല്ലാത്തിനും അതായത് ഐഗൺ വാല്യൂ റിപ്പീറ്റായിട്ട് വരുന്നത് കൊണ്ടും പിന്നെ ഐഗൺ വെക്റ്റർ ഓൺലി 1 ഐഗൺ വെക്റ്റർ മാത്രമേ ഉള്ളൂ, ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റർ മാത്രമേ ഉള്ളൂ. സോ നമുക്കിത് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. അടുത്തിന് ഇൻട്രൊഡക്ഷനിലോട്ട് വരാം. ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. The eigenvectors diagonalize a matrix. Suppose the n by n matrix has n linearly independent eigenvectors. അപ്പോൾ n linearly independent eigenvectors ഉണ്ടെങ്കിൽ if these eigenvectors are the columns of a matrix, yes, നേരത്തെ നമ്മൾ പറഞ്ഞു eigenvectors നമ്മൾ കോളം വൈസിലാണ് എഴുതുന്നത്. അതുപോലെ columns of a matrices, then S inverse AS is a diagonal matrix A. The eigenvalues of A are on the diagonal of A. അപ്പോൾ ഡയഗണലൈസേഷൻ എസ് ഇൻവേഴ്സ് ഓഫ് എ എസ്. എസ് ഇൻവേഴ്സ് ഡയഗണലൈസേഷൻ ചെയ്യാൻ പറഞ്ഞാൽ എസ് ഇൻവേഴ്സ് എ എസ് കണ്ടുപിടിക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു λ ഈക്വൽ ടു λ1 λ2 എക്സെട്ര ടു λn. വി കോൾ എസ് ദി ഐഗൺ മെട്രിക്സ്. അപ്പോൾ എസ്സിന് ഐഗൺ മെട്രിക്സ് എന്ന് പറയും, എ ഐഗൺ വാല്യൂ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ എസ് ഈസ് ദ ഐഗൺ മെട്രിക്സ് ആൻഡ് എ ഈസ് ദ ഐഗൺ വാല്യൂ മെട്രിക്സ്. അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നതെന്ന് ഒരു ചെറുതായിട്ടൊരു പ്രൂഫ് വന്നിട്ടുണ്ട്. വലുതായിട്ടൊന്നുമില്ല,
അതായത് എ ഇൻറ്റു എസ്, ഈ ഒരു ടേം എ എസ്. അപ്പോൾ എസ് എന്ന് പറയുന്നതിന് ഇപ്പോൾ x1, ഇത് നമ്മൾ ഫസ്റ്റ് ഐഗൺ വെക്റ്റർ, ഇത് x1 x2 ഫസ്റ്റ് ഐഗൺ വെക്റ്റർ, സെക്കൻഡ് ലാസ്റ്റ് n ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റേഴ്സ് അല്ലേ. സോ അങ്ങനെ എഴുതുവാണ്. ഇനി ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ 1 ഇൻറ്റു x1, ലാംഡ 2 ഇൻറ്റു x2 എക്സെട്രാ ടു ലാംഡ n ഇൻറ്റു xn. ഇനി ഇതിനെ തന്നെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലോട്ട് എഴുതാം. x1 x2 എക്സെട്രാ ടു xn, ലാംഡ 1 ലാംഡ 2 എക്സെട്രാ ടു ലാംഡ n. ഇതാണ് എസ്. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത എസ് എന്ന് പറയുന്നത് ഇത്. കാരണം നമ്മൾ കോളം വൈസിൽ ഐഗൺ വെക്റ്റേഴ്സ് എഴുതുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് വന്നിട്ട് ലാംഡ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു ഡയഗണൽ എലമെൻറ്റ്സിൽ ലാംഡ എഴുതുന്നതാണ് ഈ ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ്. സോ ഡയഗണൽ എലമെൻറ്റ്സിൽ ലാംഡ 1 ലാംഡ 2 എക്സെട്രാ ടു ലാംഡ n. ഇനി എസ് ഇൻവേഴ്സ് വരും, അതായത് ഇതിൻ്റെ ഇൻവേഴ്സ് റൈറ്റ് സൈഡിൽ വരും. വേറെ ഒന്നും പറയുന്നില്ല. ഇനി എ എസ് ഈക്വൽ ടു എസ് ലാംഡ. ഇനി എസ് ഇൻവേഴ്സ് എ എസ് ഈക്വൽ ടു, അതായത് ഈ എസ് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും എസ് ഇൻവേഴ്സ് എ എസ് ഈക്വൽ ടു ലാംഡ. എസ് ഇൻവേഴ്സ് എ എസ് ഈക്വൽ ടു ലാംഡ എന്ന് പറയാം, അല്ലെങ്കിൽ എ ഈക്വൽ ടു എസ് ലാംഡ എസ് ഇൻവേഴ്സ്, രണ്ടും ഇക്വലൻ്റ് ആണ്. സോ എസ് ഈസ് ഇൻവേർട്ടബിൾ. ഡിറ്റർമിനൻറ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഇൻവേർട്ടബിൾ. ഇനി കുറച്ച് റിമാർക്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞു, മെട്രിക്സ് എ ഹാസ് നോ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ്, ലാംഡ 1 ലാംഡ 2 എക്സെട്രാ ആർ ഡിസ്റ്റിങ്ക്റ്റ്, ദെർഫോർ എനി മെട്രിക്സ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്. അതായത് എല്ലാ ഐഗൺ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ മെട്രിക്സ് നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഡയഗണലൈസിങ് മെട്രിക്സ് എസ് ഈസ് നോട്ട് യുണീക്ക് അല്ല. എസ് ഇൻവേഴ്സ് ഐ എസ് ഈസ് ഓൾവേസ് ഡയഗണൽ. അതായത് ഐ എന്ന് പറയുമ്പോൾ അഡിറ്റീവ് മെട്രിക്സ്, ഇത് എപ്പോഴും ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. പിന്നെ തേർഡ് വൺ, ദ ഓർഡർ ഓഫ് ഐഗൺ വെക്റ്റേഴ്സ് ഇൻ എസ് ആൻഡ് ഐഗൺ വാല്യൂസ് ഇൻ ലാംഡ ഈസ് സെയിം. നോട്ട് ഓൾ മെട്രിക്സ് പൊസസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റേഴ്സ്, സോ നോട്ട് ഓൾ മെട്രിക്സസ് ആർ ഡയഗണലൈസബിൾ. അതിന് നമ്മൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, ഡയഗണലൈസ് ചെയ്യാൻ പറ്റാത്ത മെട്രിക്സസും ഉണ്ട്. അതായത് ഐഗൺ വാല്യൂസ് റിപ്പീറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഒരേ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റർ ആണെങ്കിൽ, ഐഗൺ വെക്റ്റർ ആണെങ്കിലും നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മെട്രിക്സസും നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് റിമാർക്സ്. പിന്നെ കുറച്ച് എക്സാമ്പിൾ പോലെ കുറച്ച് കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. അതായത് ഒരു ഡിഫക്റ്റീവ് മെട്രിക്സ് ഒരു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലാംഡ, ഇത് ഇവർ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിലും നമ്മൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കും. ഇവർ ഡയറക്റ്റായിട്ടല്ല എഴുതി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഐഗൺ വാല്യൂസ് 0 ആണ്. 0 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്ററും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഈസ് നോട്ട് ഡയഗണലൈസബിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ലാംഡ 1 ലാംഡ 2 ഐഗൺ വാല്യൂസ് 0 ആകുവാണെങ്കിൽ അത് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. ആ മെട്രിക്സിന് നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. അത്രയും കാര്യങ്ങൾ ഇവിടെ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഈ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ 0 ആണ്. സോ ഐഗൺ വാല്യൂ 0 ആകുവാണെങ്കിൽ ആ മെട്രിക്സിന് നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ്, രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിന് രണ്ടിനും റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണ്. ഈ ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ 3,3, ഇതിൻ്റെത് 1,1. അപ്പോൾ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണെങ്കിലും നോട്ട് സിംഗുലർ ആണ്. അതുപോലെ ഇതിന് നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഡയഗണലൈസിബിലിറ്റി ഓഫ് എ മെട്രിക്സ് എ ഡിപ്പെൻഡ്സ് ഓൺ എനഫ് ഐഗൺ വെക്റ്റേഴ്സ്. അതായത് ഡയഗണലൈസിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഐഗൺ വെക്റ്റേഴ്സിനെയാണ്. പക്ഷേ ഇൻവെർട്ടബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നോൺ സീറോ ഐഗൺ വാല്യൂസ്. അപ്പോൾ ഡയഗണലൈസിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഐഗൺ വെക്റ്റേഴ്സ്, ഇൻവെർട്ടബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നോൺ സീറോ ഐഗൺ വാല്യൂസ്. ഈ ഡയഗണലൈസേഷൻ ഫെയിൽസ് ആവുന്ന എപ്പോഴെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് കിട്ടുമ്പോൾ ഡയഗണലൈസേഷൻ നടക്കില്ല. അടുത്ത് എ മെട്രിക്സ് വിത്ത് n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്. n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ്, അതായത് നമ്മുടെ ഐഗൺ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്രൊജക്ഷനാണ് തന്നിട്ടുള്ളത്. ഒരു പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഐഗൺ വാല്യൂസ് ഐഗൺ വാല്യൂ മെട്രിക്സ് ലാംഡ. ഇവർ ഡയറക്റ്റായിട്ട് ഐഗൺ വാല്യൂ മെട്രിക്സ് ഒക്കെ എഴുതിയിരിക്കുവാണ്. നമ്മളിത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ ഡയഗണൽ എലമെൻറ്റ്സിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നത് ലാംഡ. അതാണ് ലാംഡ.
ഇവർ ഡയറക്റ്റായിട്ട് എല്ലാ ആൻസറും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സും എഴുതിയിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 1 -1. അപ്പോൾ നമുക്ക് എസ് ഇൻവേഴ്സ് ഓഫ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് അവർ ഡയറക്റ്റായിട്ട് എല്ലാ ആൻസർ മാത്രം എടുത്ത് എഴുതിയിട്ടുള്ളതാണിത്. ഇത് ഫസ്റ്റ് എക്സാമ്പിൾ. അടുത്ത സെക്കൻഡ് എക്സാമ്പിൾ, ഐഗൺ വാല്യൂസ് ദംസെൽവ്സ് ആർ നോട്ട് സോ ക്ലിയർ ഫോർ എ റൊട്ടേഷൻ. 90 ഡിഗ്രി റൊട്ടേഷൻ വന്നിട്ടുണ്ട്. k = 0 -1 1 0 ഹാസ് അതായത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ λ² + 1. അപ്പോൾ നമുക്ക് അതിൻ്റെ ഐഗൺ വാല്യൂസ് ഐയും -i ഇമാജിനറി നമ്പേഴ്സാണ് കിട്ടുന്നത്. റൊട്ടേഷൻ കെയ്ക്ക് ഇപ്പോൾ തന്നിട്ടുള്ള റൊട്ടേഷന് നമുക്ക് ഇമാജിനറി നമ്പേഴ്സാണുള്ളത്. അതിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കും. അതിനും ഇമാജിനറി നമ്പേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഐഗൺ വാല്യൂസ് ആർ ഡിസ്റ്റിങ്. നമുക്കിവിടെ ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അതുപോലെ ഐഗൺ വെക്റ്റേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്കതിനെ ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. ഡയഗണലൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എസ് ഇൻവേഴ്സ് കെ എസ്, കെ എന്ന് പറഞ്ഞ റൊട്ടേഷൻ ആയതുകൊണ്ട് കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അടുത്ത പവർ ആൻഡ് പ്രോഡക്ട്സ് എ പവർ കെ ആൻഡ് എ ബി. The eigenvalues of a² are exactly λ1² etc. to λn², and every eigenvector of a is also an eigenvector of a². അതായത് ലാംഡ എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ ഓഫ് എ ആണെങ്കിൽ λ² എന്ന് പറയുന്നത് ഐഗൺ വാല്യൂ ഓഫ് a² ആയിരിക്കും. അതിനെ പ്രൂഫ് നോക്കിയോ. ഇപ്പോൾ ലാംഡ ഐഗൺ വാല്യൂ ഓഫ് എ ആണെങ്കിൽ ax = λx എന്ന് എഴുതാം. അപ്പോൾ a²x കൺസിഡർ ചെയ്യുമ്പം a × x, എഗെയിൻ axന് പകരം λx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ λ × ax. ax എന്ന് പറഞ്ഞാൽ എഗെയിൻ λx, സോ വിച്ച് ഈസ് ഈക്വൽ λ²x. അപ്പോൾ a²x = λ²x മീൻസ് λ² ഈസ് ദ ഐഗൺ വാല്യൂ ഓഫ് a². അതാണ് ഇവിടെ പറയുന്നത്. λ² ഈസ് ആൻ ഐഗൺ വാല്യൂ ഓഫ് a² വിത്ത് ദ സെയിം ഐഗൺ വെക്റ്റർ x. എക്സ് ആണ് ഐഗൺ വെക്റ്റർ. അതായത് വേറൊന്നുമല്ല ഇതിനകത്ത് പറയുന്നത്, ലാംഡ ഐഗൺ വാല്യൂ ഓഫ് എ ആണെങ്കിൽ λ² ഈസ് ദ ഐഗൺ വാല്യൂ ഓഫ് a² എക്സെട്ര. λ പവർ k ഈസ് ദ ഐഗൺ വാല്യൂ ഓഫ് a പവർ k. matrix a² is diagonalized by the same, the eigenvalues of a power k are λ1 power k, λ2 power k. നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ്. അതുപോലെ ഐഗൺ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പം 1/λi, ഇൻവേഴ്സിൻ്റെയാണ് 1/λi. അതായത് ax = λx, അപ്പോൾ x = λ × a. പത്തുമ്പോൾ a ഇൻവേഴ്സ് x, a ഇൻവേഴ്സ് x എന്ന് പറയുമ്പോഴത്തേക്കും which implies 1/λ × x is equal to, ഈ ലാംഡ എപ്പുറത്ത് പോകുമ്പോൾ 1/λ × x = a ഇൻവേഴ്സ് ഓഫ് x. ഇതിന് എന്ത് മനസ്സിലാക്കാം? a ഇൻവേഴ്സ് എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ 1/λ. അടുത്ത ഒരു എക്സാമ്പിൾ, k is the rotation through 90 degree, k² is a rotation through 180 degree, k inverse is a rotation through -90 degree. അതിൻ്റെ ഓരോന്നും തന്നിട്ടുണ്ട്. k², k ഇൻവേഴ്സ്. അത് നേരത്തെ പറഞ്ഞതാണ്. ഐഗൺ വാല്യൂസ് ഓഫ് കെ ആർ i and -i. i and -i ആണെങ്കിൽ ഐഗൺ വാല്യൂ ഓഫ് k² അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ i² and -i². അപ്പോൾ അതിൻ്റെ -1 and -1. അതുപോലെ 1/iയുടെ ഐഗൺ വാല്യൂ ഓഫ് ദെയർ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/i = -i, 1/-i = i. അതുപോലെ തന്നെയാണ് k പവർ 4. പവർ 4 എടുത്താൽ മാത്രം മതി. i പവർ 4 -i the whole power 4. അടുത്ത് അതിപ്പം പവറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത് പ്രോഡക്റ്റ്. ലാംഡ ഐഗൺ വാല്യൂ ഓഫ് എ ആണ്, മ്യൂ ഐഗൺ വാല്യൂ ഓഫ് ബി ആണെങ്കിൽ നോക്കിക്കോ, എ ബി × x is equal to, നമുക്ക് ലാസ്റ്റ് മ്യൂ ലാംഡ × x എന്ന് കിട്ടും. അതൊരു ഫോൾസ് പ്രൂഫാണ്. ഇഫ് ദ ഐഗൺ വെക്റ്റർ ഈസ് സെയിം ഫോർ എ ആൻഡ് ബി ദെൻ എ ബി ഹാസ് ഐഗൺ വാല്യൂ മ്യൂ ലാംഡ. ഐഗൺ വെക്റ്റർ എക്കും ബിക്കും സെയിം ആണെങ്കിൽ ഐഗൺ വാല്യൂ മ്യൂ ലാംഡ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യനാണ്. ഡയഗണലൈസബിൾ മെട്രിസസ് ഷെയർ ദ സെയിം ഐഗൺ വെക്റ്റർ മെട്രിക്സ് എസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി = BA. അതായത് രണ്ട് മെട്രിസസ് എടുക്കുകയാണ്, എ ആൻഡ് ബി. ആ രണ്ട് മെട്രിസസിനും സെയിം ആയിട്ടുള്ള ഒരു ഡയഗണലൈസബിൾ മെട്രിക്സ് മീൻസ് എസ് ആണെങ്കിൽ, ഇപ്പോൾ എക്കും ബിക്കും എസ് എന്ന് പറയുന്ന മെട്രിക്സ് ആണെങ്കിൽ
ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി എ, ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടിനും എക്കും ബിക്കും ഡയഗണലൈസബിൾ ആയിട്ട് എസ് ആണ് ഉള്ളതെന്ന് എടുക്കുകയാണ്. ഇഫ് ദ സെയിം, ആദ്യം ഇഫ് ആൻഡ് ഓൺലി ഇഫ് പാർട്ടല്ലേ. അപ്പോൾ ആദ്യം ഡയഗണലൈസബിൾ മെട്രിസസ് ഷെയർ ദ സെയിം ഐഗൺ വെക്റ്റർ മെട്രിക്സ്. അപ്പോൾ ഐഗൺ വെക്റ്റർ മെട്രിക്സ് സെയിം ആണെങ്കിൽ, ഡയഗണലൈസബിൾ മെട്രിസസ് രണ്ടെണ്ണം ഉണ്ട്, എ ആൻഡ് ബി. രണ്ട് ഡയഗണലൈസബിൾ മെട്രിസസ് ഉണ്ട്, എ ആൻഡ് ബി. ആ രണ്ട് മെട്രിക്സിനും സെയിം ഐഗൺ വെക്റ്റർ മെട്രിക്സ് എസ് ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ. അപ്പോൾ നമ്മൾ ആദ്യം എക്കും ബിക്കും എസ് എന്ന് പറയുന്ന ഐഗൺ വെക്റ്റർ മെട്രിക്സ് എസ് എന്ന് എടുക്കുവാണ്. ഇഫ് ദ സെയിം എസ് ഡയഗണലൈസസ് ബോത്ത് മീൻസ് എ ആൻഡ് ബി, ദെൻ എ ഈക്വൽ ടു, അപ്പോൾ ഡയഗണലൈസബിൾ എക്കും ഐഗൺ വെക്റ്റർ മെട്രിക്സ് എസ് ആണെങ്കിൽ എ ഈക്വൽ ടു എസ് ലാംഡ 1 എസ് ഇൻവേഴ്സ് എന്ന് എഴുതാം. സെയിം വേ ബി ഈക്വൽ ടു എസ് ലാംഡ 2 എസ് ഇൻവേഴ്സ് എന്ന് എഴുതാം. രണ്ടിനും എസ് ആണല്ലോ ഐഗൺ വെക്റ്റർ മെട്രിക്സ്. സോ ഇങ്ങനെ എഴുതാം. അടുത്ത് എ ബി ഈക്വൽ ടു കൊടുക്കുമ്പോൾ നമുക്കത് ഈ ഒരു ഇതൊരു കിട്ടും, ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ കിട്ടും. ബി എ കൊടുക്കുമ്പോഴത്തേക്കും ഇത് കിട്ടും. ഇനി ലാംഡ 1 ലാംഡ 2 ഈക്വൽ ടു ലാംഡ 2 ലാംഡ 1 ആണ് ഓൾവേസ്. സോ എ ബി ഈക്വൽ ടു ബി എ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് കിട്ടി. ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യൻ ആണേ. സോ എ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടും. അടുത്ത അതുപോലെ സിൻസ് ലാംഡ 1 ലാംഡ 2 ഈക്വൽ ടു ലാംഡ 2 ലാംഡ 1 വി ഹാവ് എ ബി ഈക്വൽ ടു ബി എ. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ലാംഡ എന്ന് എടുക്കുകയാണെങ്കിൽ വിത്ത് ഐഗൺ വെക്റ്റർ എക്സ്, എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. എഗെയിൻ എ ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ബി ഈക്വൽ ടു ബി എ നമ്മൾ സപ്പോസ് ചെയ്തു. സോ എ ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി എ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എ എക്സിന് പകരം ലാംഡ എക്സ് കൊടുക്കുക. ദാറ്റ് മീൻസ് ലാംഡ ഇൻറ്റു ബി എക്സ്. അപ്പോൾ ഇതിൽ നിന്നും എക്സ് ആൻഡ് ബി എക്സ് ആർ ബോത്ത് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് എ എന്ന് കിട്ടും. എക്സ് ആൻഡ് ബി ആർ, എക്സ് ആൻഡ് ബി എക്സ് ആർ ബോത്ത് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് എ എന്ന് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളുടെ പ്രൂഫ്. സോ ബോത്ത് എക്സ് എ ആൻഡ് ബി പൊസസ് ദ സെയിം ഐഗൺ വെക്റ്റർ മെട്രിക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. 1 വേർഡിന് എങ്ങനെ ചോദിച്ചാൽ എത്രയാണ്. സോ ഈ സെക്ഷനിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഡയഗണലൈസേഷൻ. അപ്പോൾ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ഫാക്ടറൈസ് ചെയ്യാനുള്ള പോർഷനും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക.